കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ അലിമണി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു വിവാഹം മോചനത്തിന് ശേഷം എങ്ങനെയാണ് കോടതി അലിമണി നിശ്ചയിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യും. അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് കോടതി ചെക്ക് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അലിമണിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നമുക്ക് ഹിന്ദു മാരേജ് ആക്റ്റിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, പാഴ്സി ലോ, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇതിലെല്ലാം എന്തുണ്ട്, അലിമണി എന്ന് പറയുന്ന ഒരു ടേംസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അലിമണി എന്ന് പറയുകയാണെങ്കിൽ ഡിവോഴ്സിന് ശേഷം നിങ്ങളുടെ പങ്കാളിക്ക് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സപ്പോർട്ടിനെയാണ് ശരിക്കും പറഞ്ഞാൽ അലിമണി എന്നുള്ള പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിവോഴ്സിന് ശേഷമുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ ഡിവോഴ്സും ഒരേപോലെ ആവില്ല. അതായത് പല സമയങ്ങളിൽ പല രീതിയിലൊക്കെ ആയിരിക്കും ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു അലിമണി നിശ്ചയിക്കുവാനായിട്ട് കോടതി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ലെങ്ത് ഓഫ് മാരേജ്. നിങ്ങൾ എത്ര വർഷം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ചിലരൊരു വർഷമായിരിക്കാം, 5 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം, 20, 30. മനസ്സിലായത്? പലർക്കും പല കാലഘട്ടങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എത്ര വർഷക്കാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു എന്നുള്ളത് കാണിക്കുന്ന ടേമാണെന്ത് ഈ ലെങ്ത് ഓഫ് മാരേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് എന്താണ്, ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസ് ഓഫ് ബോത്ത് പാർട്ടീസ്. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കോടതി ചെക്ക് ചെയ്യും. ചിലപ്പോൾ തുല്യമായ സാമ്പത്തിക സ്ഥിതിയായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയായിരിക്കാം, കോടതി ചെക്ക് ചെയ്യും. മൂന്നാമതായിട്ട് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്പോസ് സീക്കിംഗ് ആലിമണി. അതായത് ഏതെങ്കിലും ഒരു പങ്കാളി അലിമണി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം പണം സമ്പാദിക്കുവാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി കോടതി ചെക്ക് ചെയ്യാറുണ്ട്. നാലാമതായിട്ട് ചൈൽഡ് കസ്റ്റഡി ആൻഡ് സപ്പോർട്ട് ഒബ്ലിഗേഷൻസ്. കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ജീവിത നിലവാരത്തിനും വിദ്യാഭ്യാസ നിലവാരത്തിനും ഒക്കെ ആയിട്ട് എത്ര എമൗണ്ട് വരും എന്നുള്ളൊരു കാര്യം കോടതി ചെക്ക് ചെയ്യും. അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ദി മാരേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി താമസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു, ആ ജീവിത നിലവാരം തുടർന്നും ഈ ഭാര്യയ്ക്ക് ലഭിക്കുവാനായിട്ട് ഭർത്താവ് ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അതായത് നിങ്ങൾ ഒരു മാസം 30,000 രൂപ എന്ന് പറയുന്ന ലിവിങ് സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഡിവോഴ്സ് കഴിഞ്ഞാലും ഭാര്യയ്ക്ക് ആ 30,000 എന്ന് പറയുന്ന ലിവിങ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പണം ആര് കൊടുത്തിരിക്കണം, ഭർത്താവ് കൊടുക്കണം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ദെൻ മെൻ്റൽ ഡിസോർഡർ ഓർ ഡിസബിലിറ്റീസ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് എന്നുള്ളതും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് പണമില്ലാതെ സംഭവം എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ വരുന്നുണ്ട്, ഈ മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്നുണ്ട്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്, ഹൗ മച്ച് ലെങ്ത് ഓഫ് മാരേജ് അഫക്ട്സ് ആലിമണി ഇൻ ഇന്ത്യ. കല്യാണം എത്ര നാൾ നീണ്ടു നിന്നു എന്ന് പറയുന്നത് ഈ അലിമണിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 ക്രൈറ്റീരിയ ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് 5 വർഷത്തിന് താഴെയുള്ള ഒരു വിവാഹ ബന്ധം. രണ്ടാമത്തത് 5 വർഷത്തിനും 15 വർഷത്തിനും ഇടയിൽ നിലനിന്നിട്ടുള്ള വിവാഹ ബന്ധം. മൂന്നാമതായിട്ട് 15 വർഷത്തിനേക്കാളും കൂടുതൽ ഈ വിവാഹം നിലനിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ലെസ് ദാൻ 5 years അല്ലെങ്കിൽ ഷോർട്ട് ടൈം മാരേജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണ് നോക്കാം. ലിമിറ്റഡ് അലിമണി ആയിരിക്കും. അതായത് 5 വർഷത്തിന് താഴെയുള്ള ഒരു വൈവാഹിക ബന്ധമാണ് എന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് അലിമണി ഈസ് ഗ്രാൻറ്റഡ് ഇൻ മോസ്റ്റ് കേസസ്. കിട്ടാൻ പോകുന്ന സംഖ്യ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, അവൾക്ക് 2ാമത് കല്യാണം കഴിച്ചതും 3ാമത് കല്യാണം കഴിച്ച് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെയുണ്ട്. പ്രായം കുറവാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ജീവിതം 2ാമത് കെട്ടിപ്പൊക്കാനും
അവിടെ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഷോർട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് അലിമണി വരാനുള്ള കാരണം. രണ്ടാമതായിട്ട്, ഈ ബോത്ത് ദ പാർട്ടീസ് ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ദ കോർട്ട് മേ ഡിനേ അലിമണി. ഭാര്യയും ഭർത്താവും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അത് രണ്ടാൾക്കും കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിലും അലിമണി അവിടെ കട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമതായിട്ട്, ഇന്ററിം മെയിൻ്റനൻസ് മേ ബി അവാർഡഡ് ഡ്യൂറിംഗ് ദ കോർട്ട് പ്രൊസീഡിംഗ് ഇഫ് വൺ സ്പോസ് ലാക്സ് റിസോഴ്സസ്. പക്ഷെ അലിമണി കൊടുത്തില്ലെങ്കിലും ഈ കേസ് നടക്കുന്ന ഒരു കാലയളവിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സംഖ്യ, ബ്രെഡ് ആൻഡ് ബട്ടർ, അതായത് നിത്യ ചെലവിനുള്ള സംഖ്യ എന്ന ലെവലിൽ എന്ത് ചെയ്യും, കോടതി ചിലപ്പോൾ ഒരു താൽക്കാലിക ചെലവിനുള്ള തുക വിധിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ താൽക്കാലിക ചെലവിനുള്ള തുക പോലും ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് കൊടുക്കാതെ ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരുപാട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് തരുന്നതായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ മെത്തേഡ് മീഡിയം ടേം മാരേജ്, അതായത് 5 വർഷത്തിനും 15 വർഷത്തിനും ഇടയിൽ നിലനിന്നിട്ടുള്ള ഒരു കല്യാണമാണ് എന്നുണ്ടെങ്കിൽ സ്പോസൽ സപ്പോർട്ട് ഈസ് യൂഷ്വലി ഗ്രാൻഡഡ് ഡിപ്പെൻഡിങ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നേരത്തെകളും അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതൽ ഒരു സംഖ്യ ഈ ഭാര്യയ്ക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു ബാധ്യസ്ഥത ഭർത്താവിനുണ്ടാകും. സെക്കൻഡ് പോയിന്റ്, ഇഫ് വൺ സ്പോസ് സാക്രിഫൈഡ് കാരിയർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മാരേജ് ദേ മേ റിസീവ് പെർമനന്റ് അലിമണി. എന്ന് പറയുകയാണെങ്കിൽ ഈ കല്യാണ കാലയളവിൽ കല്യാണത്തിന് മുമ്പ് ജോലി ഉണ്ടായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ നോക്കുവാനായിട്ട് ഈ പെൺകുട്ടി ജോലി കളയുകയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൾക്ക് അലിമണി കിട്ടാനുള്ള പോസിബിലിറ്റി, അതായത് എമൗണ്ട് കൂടുതൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്, ദ കോർട്ട് മേ സെറ്റ് ബെഞ്ച് മാർക്ക് സെറ്റിൽമെൻറ്റ് എക്സിറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്പോസസ് ഫിനാൻഷ്യൽ ക്രൈസിസ്. എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കോടതി തന്നെ ഒരു സെറ്റിൽമെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ നോക്കിക്കൊണ്ട് കൂടുതൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കുക. പക്ഷെ ഇതിലും ഭർത്താക്കന്മാർക്ക് 0 അലവൻസ് കൊടുത്തുകൊണ്ട് കേസ് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാം. മൂന്നാമത്തെ മെത്തേഡാണ് ലോങ് ടേം മാരേജ്. 15 വർഷത്തിനേക്കാളും കൂടുതൽ നിന്നിട്ടുള്ള കല്യാണങ്ങളെയാണ് ലോങ് ടേം മാരേജ് എന്ന് പറയാറ്. പ്രധാനമായിട്ടും 3 പോയിന്റാണുള്ളത്. ദ കോർട്ട്സ് ആർ മോർ ലൈക്ലി ടു ഗ്രാൻഡ് മെയിൻ്റനൻസ് ഇൻ സച്ച് കേസസ്. കാരണം അവർക്കിനി വേറെ കല്യാണം കഴിക്കുവാനോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പോക്കാനും സമയമില്ല, അതുകൊണ്ട് കൂടുതൽ എമൗണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ് പോയിന്റ്, ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ബോത്ത് സ്പോസസ് ആർ കൺസിഡേർഡ് എസ്പെഷ്യലി ഫോർ ഹൗസ് വൈഫ് ഓർ സ്പോസസ് വിത്ത് നോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അതായത് വീട്ടമ്മയായി താമസിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ഒറ്റയ്ക്ക് വരുമാനമില്ലാത്ത ഭാര്യമാരൊക്കെയാണ് എന്നുള്ളതും കോടതി പരിഗണിക്കും. ഓൺഗോയിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് മേ ബി ഗ്രാൻഡഡ് ഇഫ് വൺ സ്പോസ് ഹാസ് നോ മീൻസ് ടു സസ്റ്റെയിൻ ദെംസെൽഫ്. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയും വരുമാനങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഇവർക്ക് എന്താണ് ഈ എമൗണ്ട് കൂടുതൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഈ ലെങ്ത് ഓഫ് മാരേജുമായി ബന്ധപ്പെട്ട പോയിന്റ്. സോ നിങ്ങൾ ഒരു പ്രൂഫ് അഫിഡവിറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കല്യാണം എത്ര കാലഘട്ടം നീണ്ടു നിന്നു എന്നുള്ളതും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജോലി ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ജോലി ഇല്ല എന്നുള്ള കാര്യം, ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള എമൗണ്ട് കൂടുതൽ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സെയിം കാര്യം തന്നെ ഭർത്താക്കന്മാർ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏതെല്ലാം ലോ പ്രകാരമാണ് അലിമണി നിശ്ചയിക്കുക എന്നുള്ളത് നോക്കാം. ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരമാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഡീൽ ചെയ്യുക. അതായത് അണ്ടർ ദ ഹിന്ദു മാരേജ് ആക്ട് ഈദർ സ്പോസ് ക്യാൻ ക്ലെയിം ആലിമണി. ഫാക്ടേഴ്സ് ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, പ്രോപ്പർട്ടി ഡിവിഷൻ ആൻഡ് ലീഗൽ സെപ്പറേഷൻ ഇൻഫ്ലുവൻസ് ദ കോർട്ട്സ് ഡിസിഷൻ. രണ്ട് പാർട്ടിക്ക്, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഭർത്താവിന് ഭാര്യയുടെ കയ്യിൽ നിന്നും ചെലവിന് പൈസ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട്, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് അലൗസ് വൺ സ്പോസ് ടു സീക്ക് alimony based on the legal provisions governing Christian marriages. ക്രിസ്ത്യൻ മാരേജിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മുസ്ലിംസ് ലോ ആണ് എന്നുണ്ടെങ്കിൽ അണ്ടർ ദ മുസ്ലിം ലോ മെയിൻ്റനൻസ് ഈസ് ഗവേൺഡ് ബൈ പേഴ്സണൽ ലോ ആൻഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC സെക്ഷൻ 125. ഇപ്പോൾ BNSS, ദ ഡിവോഴ്സ്ഡ് വൈഫ് ക്യാൻ ക്ലെയിം മെയിൻ്റനൻസ് ലോ ബെനിഫിറ്റ്സ് ബിയോണ്ട് ദി ഇദ്ദത്ത് പീരീഡ്. ഇദ്ദത്ത് പീരീഡ് അല്ലാത്ത സിറ്റുവേഷനിലും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെലവിന് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മേടിക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് ആണെന്നുണ്ടെങ്കിൽ for interfaith or civil marriages, the Special Marriage Act applies. Financial support provided follows principles of financial obligations under Indian law എന്നുള്ളത് കൃത്യമായി അവിടെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. കിട്ടിയില്ലേ?
അപ്പോൾ ലെങ്ത് ഓഫ് മാരേജുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ഇനി ബാക്കി 5 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.